ലവ് സ്റ്റോറി ഉണ്ട്, അല്ലാതെ കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾ പോയി കാണുമോ, മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കുവാടെ പോയിട്ട്. ഓക്കെ, അപ്പോൾ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ഡ്രാഗൺ. ഓക്കെ, മറന്നു പോയത് ടിക്കറ്റ് എടുക്കുമ്പോൾ. ഹലോ ഗൈസ്, മിരിബോർഡിലെ സ്വാഗതം. ഇന്ന് റിവ്യൂ ആയിട്ട് വന്നേക്കുന്നത്. ഇന്ന് എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കിടിലം പടം കണ്ടിരിക്കുകയാണ്. കിടിലം പടം എന്ന് പറഞ്ഞാൽ ഒരു ചിരിച്ചു മറിഞ്ഞ ഒരു കുറേ നാളിന് ശേഷമാണ് ഇത്രയും ചിരിച്ച പടം കാണുന്നത്. ചിരിക്കാൻ പറ്റുന്ന പടം കാണുന്നത് ഇപ്പോഴാണ്. ലവ് ടുഡേ കഴിഞ്ഞിട്ടാണ് ഒരു പടം വരുന്നത്. പ്രദീപ് രംഗനോ അങ്ങനൊരു പേരാണ് അവരുടെ. അപ്പോൾ അയാൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലവ് ടുഡേ എന്ന് പറഞ്ഞ പടം ആരും കാണാത്ത പടമൊന്നുമല്ല, എന്നാലും ചിലവർ കണ്ടിട്ട് കാണില്ലായിരിക്കും. അപ്പം OTT വന്നതാണ് ഞാൻ കാണുന്നത്. തിയേറ്ററിൽ മിസ്സായി പോയല്ലോ എന്ന് ഓർത്ത് വിഷമമുണ്ട്. കിടിലം പടമായിരുന്നു. അതുപോലെ തന്നെ ഇതും ഡ്രാഗൺ എന്ന് പറഞ്ഞ പടമാണ് ഞാനിപ്പോൾ കണ്ടത്. അത് വേറെ ലെവല്. ചിരിച്ച് വരുമ്പോഴേക്കും ട്രാക്ക് മാറ്റി അടുത്ത് കരയിപ്പിക്കാൻ തുടങ്ങും. അതുപോലെ സെൻറ്റിമെൻറ്റാക്കും. അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഫാമിലി അല്ലെങ്കിൽ കോളേജിൽ നടക്കുന്ന ഒരാൾക്ക് രക്ഷപ്പെടാൻ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു, കോളേജിൽ പഠിച്ച് ഇറങ്ങുന്ന ആൾ ജോലിക്ക് കയറിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. ഞാൻ ഫുള്ളായിട്ടൊന്നും പറയുന്നില്ല, സ്പോയിലറായി പോകും. അത് കിടിലം പടമാണ്. ഞാൻ എറണാകുളത്ത് പോയി കാണാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെ വീടിൻ്റെ അടുത്തൊന്നും തിയേറ്ററിൽ പടമില്ലായിരുന്നു. അതുകൊണ്ടാണ് എറണാകുളത്ത് പോയി കണ്ടത്. ഞാൻ തീർച്ചയായിട്ടും പോയി കാണണം എന്ന് ഓർത്തിട്ടാണ്. എല്ലാവരും പറഞ്ഞു ഡോണിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, ശിവനാർത്തിയുടെ ഡോണിൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല. ഞാനും വിചാരിച്ചായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്നും എനിക്ക് തോന്നിയായിരുന്നു. അതെല്ലാവർക്കും തോന്നും. പക്ഷേ ഡോണൊന്നുമല്ല, വേറൊരു പടമാണ്. അപ്പോൾ വ്യത്യാസമായ പടമാണ്. ലവ് ടുഡേ അല്ല. ലവ് ടുഡേ പോലെ തന്നെ ഒരു കോമഡി ട്രാക്കുള്ള സംഭവമാണ്, ഡ്രാമ സംഭവമൊക്കെയാണ്. കിടിലം പടമായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും പോയി തിയേറ്ററിൽ കാണുക. ഞാൻ മിസ് ചെയ്തെന്ന് ഞാൻ പറയും കേട്ടോ. എന്തായാലും മിസ് ചെയ്യരുത്, തിയേറ്ററിൽ പോയി കാണുക. ഈ OTT കാണാൻ നിൽക്കരുത്, ഉറപ്പായിട്ടും. അത് ഭയങ്കര മിസ്സായി പോകും. ഇനി അടുത്ത പടത്തിന് എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങൾ പോയി ടിക്കറ്റ് എടുക്കുക കേട്ടോ. വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്, ടിക്കറ്റുകൾ എടുക്കുക. അല്ലെങ്കിൽ എനിക്ക് പടം ഫുള്ളിൽ ഞാൻ പൈസ നോക്കാം. കിടിലം പടമാണ്. ഓക്കെ കിടിലം പടം. അപ്പം ഇനിയും വീണ്ടും കിടിലം പടമായിട്ട് വരട്ടെ കേട്ടോ. സന്തോഷമാണോ? എനിക്ക് ഭയങ്കര നമ്മുടെ ഇടയിലുള്ള ഒരു കഥാപാത്രം പോലെ നമ്മൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു പോയി. പടം കണ്ടിരിക്കുമ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. ലാസ്റ്റൊരു അതിനകത്ത് ഒരു അച്ഛനായിട്ട് മറ്റേ കൈതീരകത്ത് ഒരു പോലീസില്ലേ, ചെറിയൊരു ആളുള്ള തീരായിരുന്നു. അവസാനം കരയിപ്പിച്ച് കളഞ്ഞ്. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ കോമഡിയാണ്, കാര്യങ്ങളാണ്, സീരിയസ് ആണെന്നും മനസ്സിലാവും. പക്ഷെ അച്ഛൻ ക്യാരക്ടറാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗിൽ കരഞ്ഞുപോയി. അവനെ വേറെ ലെവലായിരുന്നു. സങ്കടം വന്നിട്ട് പിന്നെ ചിരിക്കാനുണ്ട്. കോമഡി, ലവ് സ്റ്റോറി ഉണ്ട്, അല്ലാതെ കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾ പോയി കാണുമോ, മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കുവാടെ പോയിട്ട്. ഓക്കെ, അപ്പോൾ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ഡ്രാഗൺ. ഓക്കെ, മറന്നു പോയത് ടിക്കറ്റ് എടുക്കുമ്പോൾ.